പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം നേരുന്നു. 1754 ഡിസംബർ 8 9 പിയൂസ് പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത്. ഒരു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ ഭാഗമാകാൻ, തൻ്റെ ഏകപുത്രൻ്റെ അമ്മയാകാൻ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അവളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവളുടെ ജന്മപാപങ്ങളൊക്കെ മോചിക്കപ്പെട്ടു. അതാണ് അമലോത്ഭവം. ഈ ജന്മപാപങ്ങളൊക്കെ മോചിക്കപ്പെട്ട് അവൾ ഏറ്റവും പവിത്രീകരിക്കപ്പെട്ട ഒന്നായിത്തീരുന്നു. ഇങ്ങനെ ഒരു കുറവുമില്ലാത്ത, പാപമില്ലാത്ത ഒരു സ്ത്രീയായി പരിശുദ്ധ അമ്മ മാറി എന്നുള്ളത് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ധ്യാന വിഷയത്തോടു കൂടി തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ജന്മപാവം അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. എങ്കിൽ പിന്നെ കർമ്മപാവം ആരുടെ ഇടപെടലാണ്? ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ജന്മപാപത്തിലൂടെ അവൾ കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല എന്ന് ദൈവം ഹിതമായെങ്കിൽ, പിന്നീട് ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചതിന് ശേഷം അവൾ കർമ്മപാവം പോലും ഇല്ലാതെ ജീവിച്ചു. അതാണ് അവളുടെ ജീവിതത്തിൻ്റെ അവസാനം നാം കാണുന്നത്. ഈ ഭൂമിയിലെ ഏതൊരു സാഹചര്യത്തിനിടയിലും, തകർക്കപ്പെടാനുള്ള ഏതൊരു അവസരങ്ങൾക്കിടയിലും അവൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു, പാവമില്ലാതെ ജീവിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ദൈവത്തെ പഴിചാരാൻ ജീവിതത്തിൽ നിരവധിയായ അനുഭവങ്ങളും വേദനകളും ഉണ്ടായിരുന്നു. ചുറ്റുമുള്ളവരുടെ പരിഹാസത്തിലും കുറ്റപ്പെടുത്തലിലുമൊക്കെ മറുപടി കൊടുക്കാനും തർക്കിക്കാനും നിരവധിയായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. തന്നോട് തന്നെയുള്ള ജീവിതത്തിൻ്റെ നിരാശയും സങ്കടവും, വിധവയായതിൻ്റെയും സ്വന്തം മകൻ അകാലത്തിൽ പൊലിഞ്ഞു പോയതിൻ്റെയൊക്കെ നൊമ്പരങ്ങൾ ഈ അമ്മയെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർക്കാൻ നിരവധിയായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ പുറമേ നടന്ന ഒന്നും ഇവളുടെ ജീവിതത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം ഇവളെ തിരഞ്ഞെടുത്തപ്പോൾ അവളെ ജന്മപാവമില്ലാതെ കാത്തുസൂക്ഷിച്ചു. ആ തിരഞ്ഞെടുപ്പിന് അതേ എന്ന് പറഞ്ഞതിന് ശേഷം അവൾ കർമ്മപാവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചു. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജന്മഭാവം ദൈവത്തിൻ്റെ ഇടപെടലാണെങ്കിൽ കർമ്മഭാവം അവളുടെ തന്നെ ഇടപെടലാണ്. അതുകൊണ്ട് തകർക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കിടയിലും, പഴിചാരാനും നിരാശപ്പെടാനുമുള്ള എല്ലാ അനുഭവങ്ങൾക്കിടയിലും അവൾ ഈ ഭൂമിയിൽ ഒരു താമര പോലെ വിടർന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയമുള്ളവരെ, ആ നിൽപ്പിലാണ് അവളുടെ ജീവിതം ധന്യമായി തീരുന്നത്. പാപം എന്തെന്ന് പോലും അവൾ ഈ ഭൂമിയിൽ അറിഞ്ഞില്ല. എന്തൊരു അത്ഭുതമാണല്ലേ! ഒരാൾ പാപം എന്തെന്ന് പോലും അറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധാരണമെന്ന് വേണം ചിന്തിക്കാനായിട്ട്. അവൾക്കറിയില്ല, ഒരു ഇഗ്നറൻ്റാണ്. പാപത്തെക്കുറിച്ച് അവൾക്കറിയില്ല. ഇങ്ങനെ അറിയാതെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചു, അങ്ങനെ ഈ ഭൂമിയിൽ അവസാനം വരെ ജീവിച്ചു തീർത്തു എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ തിരുനാൾ പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. അവളുടെ ജന്മപാപം മാത്രമല്ല, കർമ്മപാപം കൊണ്ട് പോലും അവൾ ഈ ഭൂമിയിൽ ഒരു താമര പോലെ വിളങ്ങി നിന്നു. അതുകൊണ്ട് ദൈവം ആ ശരീരത്തെ സ്വർഗത്തിലേക്ക് എടുത്തു. പാപം ഒരിക്കൽ പോലും ഏശാത്ത ഒരു ജീവിതത്തിനിടയിൽ, തെറ്റ് എന്തെന്ന് പോലും അറിയാത്ത ഒരു ജീവിതത്തിനിടയിൽ, അത് ആ ജീവിതവും ആ ജീവനും ഈ മണ്ണോട് മണ്ണ് ചേരാൻ പാടില്ല. അതുകൊണ്ട് ദൈവം അവളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, അവളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർത്തു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം പാപം എന്തെന്ന് പോലും അറിയാത്ത ഒന്നാണെങ്കിൽ, ഈ ആഗമനകാലത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയും ഒരു ഓർമ്മപ്പെടുത്തലും വെല്ലുവിളിയും ഇതുതന്നെയാണ്. പാപമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് പാപമില്ലാത്തൊരു ജീവിതമാണ്. മാനസാന്തരപ്പെട്ട് അനുതാപത്തിൻ്റെ ഒരു ജീവിതമാണ്. നമ്മളും ജ്ഞാനസ്നാനത്തിലൂടെ ജന്മഭാവം മോചിക്കപ്പെട്ടവരാണ്. എന്നാൽ നിരവധിയായ കർമ്മപാപങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന കർമ്മപാപങ്ങളൊക്കെ മോചിക്കപ്പെടാൻ, മാനസാന്തരപ്പെട്ട് കുറച്ചും കൂടി നൈർമല്യമുള്ളൊരു ജീവിതം ജീവിക്കുവാൻ ഈ അമലോത്ഭവ തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അത് വെറും പാപം കൊണ്ട് ജീവിച്ച ഒരാളല്ല, മറിച്ച് പരിശുദ്ധി കൊണ്ട് ജീവിച്ച ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഈ ജീവിതത്തെപ്പോലെ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മുടെ ശരീരങ്ങളും എടുക്കപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നതുപോലെ, അവൾ ഈ ഭൂമിയുടെ ഏത് സാഹചര്യത്തിനിടയിലും തകർക്കപ്പെടാതെ ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനിടയിലും തകർക്കപ്പെടാത്തൊരു ജീവിതം ഉണ്ടാകട്ടെ. അവിടെ ക്രിസ്തു ഉണ്ടാകട്ടെ.